ഇതുവരെ ഇടാത്ത ആള് അത് ഇടുമ്പോ നമ്മൾ സൂക്ഷിക്കണമല്ലോ. പിന്നെ അവളുടെ ആ മേക്കപ്പിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. ഞാനിത് കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. ശോഭനെ ഗഗനമായിട്ട് ചിന്തിച്ചു വെക്കൂ. നീ നല്ലൊരു സ്ട്രോങ് ടീ എടുത്തേ. ടീയൊക്കെ പിന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഇവിടുത്തെ അടുപ്പിന്ന് പുകയത്തുള്ളൂ. പട്ടിണി തന്നെയാണ്. അതുവരെ ഇവിടെ ഒരാള് ഭക്ഷണം കഴിക്കാന്ന് വിചാരിക്കേണ്ടത്. ഇത് നിങ്ങളും കണ്ടുപിടിച്ചു തരണം എനിക്ക്. അല്ലാണ്ട് ഇവിടെ അടുപ്പ് പുകയത്തില്ല. വല്ലതും ഉള്ളിലോട്ട് പോണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ഞാൻ പോയി തിങ്ക് ചെയ്യട്ടെ. ഓക്കെ? അല്ല, ഇത് ഞാൻ കണ്ടുപിടിക്കാം. എനിക്കിതൊക്കെ നിസ്സാരടാ, ഞാൻ കണ്ടുപിടിക്കാം. ഇങ്ങനെയൊന്നും തിന്നാനും കിട്ടത്തില്ല. അല്ലെ, അത് തിന്നാൻ കിട്ടും. തമിഴ് ചെയ്ത് വെച്ചേക്കുന്ന പണിയോ അതും പണ്ടരടങ്ങാൻ ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഈ പരദൂഷണ റാണി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇതിലൊക്കെ അതിനുണ്ട് കാര്യം. പോയിട്ട് മണിക്കൂർ 4 സിനിമക്ക് പോയാണെങ്കിൽ ഇത്രയും നേരം എന്തിനാ? സിനിമ ഓടി. ഇനിയിപ്പോ ഓടിക്കാർ മേടിക്കാൻ പോയതായിരിക്കും. പിന്നെ വള്ളിനിക്കർ മേടിക്കാൻ പൈസ ഇല്ല, പിന്നെ ലോഡിക്കാറ്. അവരുണ്ടല്ലോ, അവർ രണ്ടുപേരും ഇരുന്നിട്ട് വരുമ്പോ തന്നെ നല്ല സംശയം നോക്കിട്ട് നിങ്ങൾ ഇനി അവിടെ കൂട്ടൊന്ന് കേറിട്ടൊന്നും പറയരുത്. നമ്മൾ സെലക്ട് ആയല്ലോ, സന്തോഷ വാർത്ത പറയുന്നില്ലേ നല്ലത്. വേണ്ട മനുഷ്യ, വലിയ പ്രശ്നമാവും. വേണ്ട. ഹലോ, ഹായ്. ഹലോ ചന്ദന. എവിടെ കവർ? എവിടെ? എന്ത് കവറോ? ഷോപ്പിംഗ് കവർ ഒന്നും കാണുന്നില്ലല്ലോ. വരുന്ന വഴിക്ക് ഞാനൊരു പിച്ചക്കാരന് ദാനം കൊടുത്തു. ആണോ? ലോട്ടറി അടിച്ചോ? പിന്നെ എനിക്ക് നല്ല ഡ്രസ്സൊന്നും കിട്ടിയില്ല, സൈസിനൊത്ത് ഡ്രസ്സ് കിട്ടില്ല, അതുകൊണ്ട് പിന്നെ എന്താ പറയാ വാങ്ങിയില്ല. അല്ല, ഇപ്പൊ ദാനം കൊടുത്തോ വാങ്ങിച്ചോ? എന്താ ഇപ്പൊ സംഭവം? എന്താ? അത് ദാനവും കൊടുത്തു, വാങ്ങിച്ചത് വരുന്ന വഴിക്ക് ദാനം കൊടുത്തു. ഏത് സിനിമയാ കണ്ടത്? ദേ ഇവിടക്ക് ഞാൻ ഇപ്പൊ വരാം. ദേ ഇവിടക്ക് ഞാനിപ്പോ വരാം. അങ്ങനെ ഒരു പടം ഉണ്ടോ? ആ, തമിഴ് പടം, പുതിയ സിനിമ, പുതിയത് ഡബ്ബ്. ദേ ഇവിടക്ക് ഞാനിപ്പോ വരാം തമിഴ് പടം. ഡബ്ബാണ്, ഡബ്ബ്. அது மலையாளத்துல பேர் சொன்னது, இது தமிழ்ல வரும். நீங்க இரு, இதோ வந்துடுறேன் நான். മനസ്സിലായി? ആരാണ് നായകൻ നായിക? എല്ലാം പുതു ആളുകൾ. പുതിയ ആളുകളാ? ചിലപ്പോ ശോഭനക്ക് അറിയണ്ടാവില്ല. കഥ എന്താ? ഒരു കഥയില്ലാത്ത പടം മതി. കഥയില്ലാത്ത പടം? ഏത് സിനിമയ്ക്കും ഒരു കഥ ഉണ്ടാവുമല്ലോ. അതല്ല, വേറൊരു കാര്യം ഉണ്ടായി. മുത്തണ്ണനെ കുറച്ച് ഉറക്കം വന്നു പറഞ്ഞപ്പോ ഇങ്ങനെ കിടന്നുറങ്ങി. അതാ. ഉറങ്ങാനാണോ തിയേറ്ററിൽ പോയി പൈസ എടുത്ത് സിനിമ കാണാൻ പോയത്? ശരി, ടിക്കറ്റ് എവിടെ? ടിക്കറ്റ് കാണിക്ക്. അതും அந்த பிச்சைக்காரனுக்கு தானம் கொடுத்துட்டேன் நான். പിച്ചക്കാരന് ടിക്കറ്റ് കിട്ടിയിട്ട് എന്താ കാര്യം? அது இந்த தியேட்டர்காரன் கீழ்ட்டான், அதனால அங்கேயே போட்டு வந்துட்டாரு. നിങ്ങൾ രണ്ടാളും എന്താ ഇങ്ങനെ ഉരുളുന്നേ? ഉരുളൊന്നുമില്ല ശോഭന. ശോഭന എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സത്യത്തിൽ നിങ്ങൾ എങ്ങോട്ടാ പോയത്? സിനിമയ്ക്ക്. നമ്മളും പച്ചവെള്ളം കുടിക്കുന്നവരാണേ. நாங்க சுடு தண்ணி தான் குடிக்கிறோம். அப்படிங்களா? அது தெரியுது. പോങ്ക. പിന്നെന്താ വിശേഷം ശോഭനെ? സിനിമയ്ക്ക് എന്തായി? വേറെ വിശേഷമൊന്നുമില്ല. സിനിമയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പൊക്കോ. സിനിമ ഇറങ്ങുമെന്ന് പറയണേ. ആ, പറയാം. അപ്പൊ നമ്മൾ എന്തായാലും ഒരുമിച്ച് ശോഭനയുടെ സിനിമ കാണാൻ പോവാ. പോട്ടേട്ടാ. കേട്ടാ? ഇതെങ്ങനെ ഇപ്പൊ കണ്ടുപിടിക്കും? ഈ സുബുന ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. സുബു, ഷോപ്പിങ്ങിന് പോയതാണെങ്കിൽ കൈ കവർ കാണണം. കൈ കവറില്ല. ദാറ്റ് മീൻസ് അവര് പറഞ്ഞത് കള്ളമാണ്. ഇനി അഥവാ സിനിമയ്ക്ക് പോയതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് സിനിമയുടെ കഥയെങ്കിലും പറയാൻ പറ്റണം. പറഞ്ഞില്ല. അതും മീൻസ് അതും പച്ചക്കള്ളമാണ്. പതിവിൽ നിന്നും വിപരീതമായി മുത്തു പാന്റും ഷർട്ട് ഇടുന്നു. ചന്ദനയാണെങ്കിലോ അണിഞ്ഞൊരുങ്ങുന്നു. ഇതിലെന്തോ ദുരൂഹതയില്ലേ? തീർച്ചയായും ദുരൂഹതയുണ്ട്. സുബു, you have to find the truth.
ട്രൂത്തല്ലേ? ട്രൂത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നീ മിണ്ടരുത്. അതെ, പാഞ്ചാലിക്ക് വേണ്ടി ഭീമൻ കല്യാണ സൗകര്യം പറിക്കാൻ പോയതുപോലെ. പാഞ്ചാലിയുടെ വസ്ത്രാഭിഷേകമല്ലേ ഉള്ള അല്ലേ? നിന്നോട് മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞു. പറയാനുള്ളൂ. മുംതാസിന് വേണ്ടി ഷാജഹാൻ താജ്മഹൽ പണിതതുപോലെ നീ മുത്തൂനെ കൊടയണം. എന്നിട്ട് സത്യത്തിന്റെ ചുരുൾ അഴിക്കണം. അഴിക്കും ഞാൻ. പറ്റില്ലേ സുബു? പറ്റും മോളെ. എനിക്ക് വേണ്ടി നീ ചെയ്യില്ലേ? ഞാൻ വേണമെങ്കിൽ ശ്രമിക്കാം. കാരണം എനിക്ക് ഇതിന്റെ അകത്ത് നല്ല വശമുണ്ട്. നിന്നോട് ഇതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. സുബു, എന്തോ നിന്നെക്കൊണ്ട് സാധിക്കില്ലേ? സാധിക്കുമടി. എൻ്റെ ഒരു വജ്രായുധമുണ്ട്. അതെന്താ? അതാണ് IIT റൂർക്കിയുടെ മതില്. കുറെ നാളല്ലേ IIT റൂർക്കിയുടെ മതിലിന്റെ കാര്യം പറയാനായിട്ട്. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് നീ ബാഗ് പാക്ക് ചെയ്തു. നിനക്ക് താഴെ താമസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യമില്ല. വാച്ച് ഇറ്റ് ഔട്ട് ബ്രോ, വാച്ച് ഇറ്റ് ഔട്ട്. യോഗമില്ല. ഓടാ. കള്ള മുത്തു പിഴിഞ്ഞാനിത്. കൂട്ടുകാരനായിരുന്ന എൻ്റെ അടുത്ത് നീ കള്ളം പറയണ മുത്തു. ഞാൻ ജനിച്ചപ്പോ തൊട്ട് നിന്നെ ഈ ടീഷർട്ടിലും മുണ്ടിലേ കണ്ടിട്ടുള്ളൂ. എടാ, അവക്കൊരാഗ്രഹം എന്നെ അതുപോലെ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് കാണണം, എൻ്റെ കൂടെ ഒന്ന് പുറത്തൊക്കെ കറങ്ങണമെന്ന്. ഞാൻ അതിൻ്റെ കൊണ്ട് അവിടെ കൂടെ പോയതാ. അപ്പോൾ പോയ വഴിക്ക് ഞങ്ങളൊരു സിനിമ കണ്ടു, ഷോപ്പിംഗ് ഒക്കെ ചെയ്തു, ഞങ്ങളിങ്ങ് പോരുന്നു. ഇതിന് മാത്രം എന്താ വിഷയം? നിന്റെ ഭാര്യയാണെങ്കിൽ ഞങ്ങളെ റോഡിൽ നിർത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യേ. ഇതെന്തൊരു കഷ്ടമായത്. മുത്തു, നിനക്ക് അത്രേ ഉള്ളൂ. ഞാൻ എന്നോട് കള്ളത്തരം പറയാമെന്ന് മുത്തു. നീ നൻപൻ, നീ ഇങ്ങനൊന്നും എന്നോട് ചോദിക്കാൻ പാടില്ലടാ. ഞങ്ങൾക്ക് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. നീ എന്തിനാ ഇതൊക്കെ അറിയുന്നേ? നിനക്കിഷ്ടമുള്ള പോലെ നീ ചെയ്യില്ലയോ? നിന്റെ പെണ്ണുപിള്ള ഞാനൊന്ന് കാണട്ടെ. 1998 കോടമഞ്ഞ് നിറഞ്ഞ ഇരുട്ടുള്ള രാത്രി IIT റൂർക്കിയുടെ മതില് ചാടിയന് ഒരു തമിഴനെ 7 കൊടവന്മാര് പിടിച്ചു കൊടഞ്ഞു. ഞാനും ചന്ദ്രനും കൂടെ ഇവിടുന്ന് നേരെ ഒരു സിനിമയുടെ ഓഡിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ഓഡിഷൻ നടക്കുന്ന 100-300 പേരുണ്ടായിരുന്നു. അതിൽ ഇവള് അഭിനയിച്ച് കാണിച്ചു. ആ അഭിനയം അവർക്ക് ഇഷ്ടപ്പെട്ടു. നായികയുടെ അനിയത്തിയായിട്ടാണ് ഇവളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു 4 ദിവസത്തെ സിനിമയുടെ ഷൂട്ട് തുടങ്ങും. നന്ദി, നമസ്കാരം. ഓഡിഷന് സെലക്ട് ചെയ്തു. നിന്റെ ഭാര്യയോ? നീ എന്നിട്ടായിരുന്നു എന്നോട് കള്ളം പറഞ്ഞു പോയതല്ലടാ. ആ പ്രാന്ത് പിടിച്ച എന്റെ ഭാര്യ ആരിനി ഓഡിഷൻ കൊണ്ടുപോകും? എനിക്കിനി ഇവിടെ കിടന്നുറങ്ങ നോക്കുവോ? എടാ, ഇത് ഞാൻ നീ നൻപനാണല്ലോ. എത്ര നൻപൻ? ഞാൻ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും നീ മതിൽ ഓടിയത്. ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാ. എടാ, നിനക്ക് ആ ഓഡിഷൻ കൊണ്ടുപോയിട്ട് അഭിനയിക്കാൻ ഒക്കത്തില്ലായിരുന്നു, അല്ലെങ്കിൽ സെലക്ട് ആയില്ല എന്ന് പറഞ്ഞ് എങ്ങനെങ്കിലും അതിനൊന്ന് പറഞ്ഞു വിട്ടാ പോരോ? ഇത് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാളും മുതിർന്നിറങ്ങിയേക്കുന്നത് ഇത് കണ്ടുപിടിക്കാൻ അവളാ. എടാ, എന്റെ ഭാര്യ അഭിനയിച്ച് ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിന് ഞാൻ എന്തിനാണ് വെറുതെ ഇരിക്കുന്നത്? നിന്റെ ഭാര്യയ്ക്ക് വേണേ അവള് പോയി ചെയ്തിട്ട് നീ കൊണ്ടുപോയി ഉണ്ടാക്ക്. എനിക്ക് മനസ്സിലായി, എനിക്ക് എല്ലാം മനസ്സിലായി. യു ബ്ലഡി ചീറ്റ്. കാണിച്ചു തരാം. മോളെ മോളെ പോലെ മോളെ. നീ പോയി അനുഭവിക്കേ. അവര് പോയത് ഓഡീഷന് വേണ്ടിട്ടല്ലേ? അവർക്ക് സിനിമയിൽ കിട്ടിയില്ല. ഞാൻ എത്ര കാലായി സുബു കഷ്ടപ്പെടുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് റീല് പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? എനിക്ക് അഭിനയിക്കാൻ വേണ്ടിട്ട് ഞാൻ നിന്റെ പോലെ കിട്ടാൻ തയ്യാറായില്ലേടാ. ഇത് ഞാൻ എങ്ങനെ സഹിക്കും? ഇത്രയും സുന്ദരിയായി ഞാനിവിടെ നിൽക്കുമ്പോ അവൾക്ക് കിട്ടിയില്ലേടാ അവസരം. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഓഡീഷൻ അല്ലേ പോയത്? ഒരു ഓഡീഷൻ പോയിട്ട് ഒരു സിനിമയുടെ അടുത്ത് പോലെ പോവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ലല്ലോ. ഇത് ഞാൻ സഹിക്കില്ല. അവക്ക് ഓഡീഷന് കിട്ടിയാലല്ല ഉള്ളു, അവക്ക് ഓഡീഷന് കിട്ടിയില്ല. നീ പോണൊക്കെ അറിയാം. നിന്റെ എന്തിനു കൊള്ളാം? നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് വെറുതെ ആയിപ്പോയി. ആ പൊട്ടണ പോലത്തെ അവർക്ക് അവസരം മേടിച്ചു കൊടുത്തില്ലേടാ. നിന്നെ എന്തിനു കൊള്ളാടാ? എന്നോട് ആരും ഒത്തും വിട്ടിട്ട ഞാൻ ജീവിച്ചിരിക്കൂല. അവക്ക് അവസരം കിട്ടി. എന്നോടിപ്പോ പിന്നെ നല്ല സ്വഭാവം മനസ്സിലാവും. കണ്ടോ? അവൾ അടുക്കളയിൽ ഇരുന്ന് പാത്രവും കഴുകി മറ്റേ പരദൂഷണവും പറഞ്ഞു നടക്കുന്ന ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അവൾക്ക് അവസരം കിട്ടിയിട്ട് ഈ വിദ്യാഭ്യാസവും സൗന്ദര്യമുള്ള എനിക്ക് കിട്ടിയ അവസരം. ഞാനൊരു കാര്യം പറയട്ടെ, കേൾക്കാം. ആ ഓഡീഷനില് മണ്ട് ചന്ദനക്ക് കിട്ടിയില്ല.